ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പൂച്ചപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അമ്മ പൂച്ചപ്പം ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്നാൽ എൻ്റെ വീഡിയോ എടുത്തേക്കാമെന്ന്. അങ്ങനെ അമ്മ കുറേ ഇടനയിലയൊക്കെ പറിച്ചു, ഞാനതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ചക്കപ്പഴമാണ്. ചക്കപ്പഴം നന്നായിട്ടൊന്ന് നല്ല പഴുത്ത ചക്കപ്പഴം അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് നല്ല റോസ്റ്റഡ് റവ ചേർക്കണം, തേങ്ങ ചിരകിയത്, ജീരകവും ഏലക്കയും കൂടെ പൊടിച്ച് ചേർക്കണം, ആവശ്യത്തിന് ഉപ്പും പിന്നെ ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്തും ആളും ഒന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. മാത്തുവിന് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനും ഇങ്ങനെ കൂടുതലായിട്ട് അവനാണ് ഇപ്പം കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ചെറുതായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് ഒരുപാട് ടൈറ്റായി പോകാൻ പാടില്ല, ചപ്പാത്തി മാവ് പോലെ ടൈറ്റ് ആവാനും പാടില്ല, പിന്നെ ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അമ്മ പിന്നെ ഇടനയിലൊക്കെ ഒന്ന് കുമ്പിൾ ഷേപ്പിലാക്കിയിട്ട് അതിനകത്തേക്ക് ഇതെല്ലാം ഫിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ആക്ച്വലി ഈ ബാറ്റർ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനിതെപ്പോൾ ഉണ്ടാക്കിയാലും ഇതിനകത്ത് നിന്ന് കുറേ കഴിച്ചുകൊണ്ടേയിരിക്കും. പുഴുങ്ങി അപ്പത്തേക്കാളും എനിക്ക് കുറേ കൂടി ഇഷ്ടം ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാനാണ്. അതിന് നല്ലൊരു മധുരം, നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇടനിലയാണ്. എല്ലായിടത്തും ഇടനില ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് ഈ ഇലക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ ഇലയ്ക്കൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. അതൊക്കെ അപ്പത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞങ്ങളിത് പാത്രമൊക്കെ അറ്റാക്ക് ചെയ്ത് ഫുള്ള് ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ അമ്മ ഇത് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മ അടുപ്പത്ത് തീയൊക്കെ കത്തിച്ച് ഒരു ചെമ്പൊക്കെ വെച്ച് അതിനുള്ളിലേക്ക് അപ്പമെല്ലാം എടുത്ത് വെച്ച് ഒരു 10-20 മിനിറ്റ് അമ്മ അത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അവസാനം കുക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. കുറേ പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കോട്ടയംകാരുടെ ഫേവറേറ്റ് പലഹാരമാണ് കേട്ടോ ഇത്.